നയനയുടെയും ആദർശിൻ്റെയും അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ അഭിയെ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഭിയാണെങ്കിൽ ഒന്നും സമ്മതിക്കുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഡേവിഡ് ആണെങ്കിൽ വന്ന് നമ്മൾ നവ്യയെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡേവിഡിൻ്റെ അടുത്താണെങ്കിൽ നവ്യ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേവിഡ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാഗേന്ദ്രൻ പറയുന്നതനുസരിച്ച് വീണ്ടും നമ്മൾ ഡേവിഡ് ആണെങ്കിൽ നവ്യയെ വന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നവ്യ അടുത്ത് പറയുന്നുണ്ട്, നവ്യ വിചാരിക്കുന്ന കണക്ക് ആ കുഞ്ഞാണെങ്കിൽ അഭിയുടെ കുഞ്ഞല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവ്യയ്ക്ക് ചെറിയൊരു സമാധാനമൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ നവ്യയാണെങ്കിൽ ഇവരാരും പറയുന്നത് അങ്ങോട്ട് നല്ലതുപോലെ വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ നവ്യ ഇങ്ങനെ ഇത് ആലോചിക്കുന്നതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രൊമോയിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഭിയാണെങ്കിൽ എം ജ്വല്ലറി ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാനൊക്കെ രാവിലെ നമ്മൾ നവ്യയാണെങ്കിൽ ആരതിയൊക്കെ ഒഴിഞ്ഞൊക്കെ വിടുന്നത് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ജലജയ്ക്കും അഭിക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. കാര്യം ഇവ ആരെല്ലാം പറഞ്ഞിട്ട് നമ്മളെ നവ്യയെ വിശ്വസിച്ചിട്ടില്ലെന്ന് അവർ വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ നവ്യയാണെങ്കിൽ ഇവർ മുമ്പിൽ അഭിനയിക്കുന്നതാണോ എന്നും അറിയാൻ വയ്യ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ നവ്യയാണെങ്കിൽ നവ്യയുടെ ഒരു കൂട്ടുകാരിയെ പോയൊക്കെ കാണുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.